ഇൻസ്റ്റഗ്രാമും ഫേസ്ബുക്കും ഉപയോഗിക്കുന്ന കൗമാരക്കാരെ ദോഷകരമായി ബാധിക്കുന്ന ഇന്റർനെറ്റ് ഉള്ളടക്കങ്ങൾ ഹൈഡ് ചെയ്യാൻ നടപടികളുമായി മെറ്റ. ചില കോണ്ടന്റുകൾ മൂലം കുട്ടികളും കൗമാരക്കാരും വഴിതെറ്റുന്നുവെന്നും ചില ഹാനികരമായ ഉള്ളടക്കങ്ങളിൽ അടിമകളാകുന്നുവെന്നുമുള്ള നിരന്തരമായ മുന്നറിയിപ്പുകൾ വന്നതിനെ തുടർന്നാണ് മെറ്റയുടെ നടപടി. ഇതിലൂടെ കൗമാരക്കാർക്ക് സുരക്ഷിതമായ ഓൺലൈൻ അന്തരീക്ഷം സൃഷ്ടിക്കുക, ഉള്ളടക്കവുമായി ബന്ധപ്പെട്ട ആശങ്കകൾ പരിഹരിക്കുക, കൂടുതൽ സുരക്ഷിതമായ സോഷ്യൽ മീഡിയ അനുഭവം പ്രദാനം ചെയ്യുക എന്നിവയാണ് മെറ്റ ലക്ഷ്യമിടുന്നത്. സോഷ്യൽ മീഡിയ നെറ്റ്വർക്ക് കമ്പനി പ്ലാറ്റ്ഫോമുകൾ ആസക്തി ഉളവാക്കുന്നതും കൗമാരക്കാരുടെ മാനസികാരോഗ്യത്തെ ദോഷകരമായി ബാധിക്കുന്നുവെന്നും 33-ലധികം US സംസ്ഥാനങ്ങൾ ആരോപിച്ചതിനെ തുടർന്നാണ് ഈ നീക്കം. ഇതേ തുടർന്ന് പ്രായത്തിന് അനുയോജ്യമല്ലാത്ത മറ്റുള്ളടക്കങ്ങൾക്കൊപ്പം ഇൻസ്റ്റഗ്രാമിൽ നിന്നും ഫേസ്ബുക്കിൽ നിന്നും ഹാനികരമായ ഉള്ളടക്കം നീക്കം ചെയ്യാൻ തുടങ്ങുമെന്നും മെറ്റ അറിയിച്ചിരിക്കുന്നു. ഇൻസ്റ്റഗ്രാമിൽ റീൽസ് ആൻഡ് എക്സ്പ്ലോർ വിഭാഗത്തിൽ കൗമാരക്കാർക്ക് തങ്ങൾക്ക് പരിചിതമായ അക്കൗണ്ടുകളിൽ നിന്നുപോലുമുള്ള ഹാനികരമായ ഉള്ളടക്കങ്ങൾ കാണാനാകില്ലെന്നും മെറ്റ വ്യക്തമാക്കുന്നു. ഒരിക്കൽ നടപ്പാക്കിയാൽ പുതിയ ഇൻസ്റ്റഗ്രാം ഫേസ്ബുക്ക് നയങ്ങൾ കൗമാരക്കാരായ ഉപയോക്താക്കളെ പിന്നീട് നിയന്ത്രിതമായ ക്രമങ്ങളിലേക്ക് സ്വയമേ ഡിഫോൾട്ട് ചെയ്യും. കൂടാതെ ആത്മഹത്യ, സ്വയം ഉപദ്രവിക്കൽ, ഭക്ഷണക്രമക്കേടുകൾ തുടങ്ങിയ വിഷയങ്ങൾ തിരയുന്നതിൽ നിന്ന് അവരെ തടയുകയും ചെയ്യും. അത്തരം ഉള്ളടക്കം പങ്കിടാൻ പ്ലാറ്റ്ഫോം ഉപയോക്താക്കളെ അനുവദിക്കുമെങ്കിലും അത്തരം ഉള്ളടക്കം പോസ്റ്റ് ചെയ്യുന്ന ഉപയോക്താക്കളെ വിദഗ്ധ ഉറവിടങ്ങളിലേക്ക് റീഡയറക്ട് ചെയ്യുമെന്നും അതിലൂടെ അവർക്ക് സഹായം ലഭിക്കുമെന്നും മെറ്റ വ്യക്തമാക്കി. മാത്രമല്ല, ഇൻസ്റ്റഗ്രാമും ഫേസ്ബുക്കും ഉപയോഗിക്കുന്ന കൗമാരക്കാർക്ക് സോഷ്യൽ മീഡിയ നെറ്റ്വർക്കുകളിൽ അവരുടെ സുരക്ഷയും സ്വകാര്യതയും ക്രമീകരണം വർദ്ധിപ്പിക്കാൻ ആവശ്യപ്പെട്ട് മെറ്റയുടെ അറിയിപ്പുകൾ ലഭിക്കും. മെറ്റ നിർദ്ദേശിക്കുന്ന റെക്കമെൻഡഡ് സൈറ്റിംഗ്സ് എന്ന ഓപ്ഷൻ ഓണാക്കിയാൽ ഹാനികരമായി തോന്നുന്ന ഉള്ളടക്കങ്ങൾ കണ്ടാൽ റീൽസ് റിമിക്സുകളിൽ ആ പ്രൊഫൈൽ ഉൾപ്പെടുത്തുകയോ പോസ്റ്റ് ചെയ്യുന്നതിൽ നിന്നും ടാഗ് ചെയ്യുന്നതിൽ നിന്നും പരാമർശിക്കുന്നതിൽ നിന്നും തടയുകയും ചെയ്യും. ഇതുകൂടാതെ രക്ഷിതാക്കൾക്ക് കൗമാരക്കാരുടെ ഓൺലൈൻ ആക്ടിവിറ്റി നിരീക്ഷിക്കാനും സമയപരിധികൾ നിശ്ചയിക്കാനും സ്വകാര്യത ക്രമീകരണങ്ങൾ നിയന്ത്രിക്കാനും ഒരു പേരന്റൽ കൺട്രോൾ ഫാമിലി സെന്റർ സജ്ജീകരിക്കുമെന്നും മെറ്റ അറിയിച്ചു. കഴിഞ്ഞ വർഷം ജനുവരിയിൽ മെറ്റ തങ്ങളുടെ നയം അപ്ഡേറ്റ് ചെയ്തിരുന്നു. കൗമാരക്കാരെ ടാർഗറ്റ് ചെയ്യുന്നതിന് പരസ്യദാതാക്കൾക്ക് എങ്ങനെ ഡാറ്റ ഉപയോഗിക്കാമെന്ന് പരിമിതപ്പെടുത്തിയിരുന്നു. ഇതോടൊപ്പം പ്രായത്തിനും സ്ഥലത്തിനും മാത്രം പ്ലാറ്റ്ഫോമിൽ കൗമാരക്കാർക്ക് കാണാനാകുന്ന പരസ്യങ്ങളും കമ്പനികൾ മാറ്റം വരുത്തിയിരുന്നു. കുറച്ചു നാളുകളായി ഇൻസ്റ്റഗ്രാമും ഫേസ്ബുക്കും ഉള്ളടക്കത്തിന്റെ പേരിൽ വലിയ ആക്ഷേപം നേരിടുകയാണ്. നിയന്ത്രണങ്ങളൊന്നുമില്ലാതെയുള്ള ഈ പോക്ക് നടക്കില്ലെന്ന് പല ഭരണാധികാരികളും ഇതിനോടകം മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു. കോടതി നിർദ്ദേശങ്ങളും പലപ്പോഴും ഈ ടെക് ഭീമന്മാർക്ക് തിരിച്ചടിയാകുന്നുണ്ട്. ഈ കാരണങ്ങൾ കൊണ്ട് കൂടിയാണ് മെറ്റ ഇപ്പോൾ വലിയ മാറ്റങ്ങൾക്ക് ഒരുങ്ങുന്നത്.